നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. നമ്മൾ ഛാന്തോഗ്യ ഉപനിഷത്തിലെ 5-ാം അധ്യായത്തിലെ 5-ാമത്തെ ഖണ്ഡമാണ് വായിക്കുന്നത്. 1-ാമത്തെ ശ്ലോകം. പർജന്യോ വാവ ഗൗതമാഗ്നിസ്തസ്യ വായുരേവ സമിതഭ്രം ധൂമോ വിദ്യുത് അർച്ചിരശനിരങ്കാര ഹ്രാദുനയോ വിസ്ഫുലിംഗാഹ. മഴമേഘം ശരിക്കും ഗൗതമ യാഗാഗ്നിയാണ്. മഞ്ഞ്, പുക, ഇടിമിന്നൽ, തീനാളം, ഇടിവെട്ട്, കൽക്കരി, ആലിപ്പഴങ്ങൾ, തീപ്പൊരികൾ. 2-ാമത്തെ ശ്ലോകം. തസ്മിന്നഗ്നൗ ദേവാഹ സോമം രാജാനം ജുഹ്വതി തസ്യാ ആഹുതേ വർഷം സംഭവതി. ഈ അഗ്നിയിൽ ദേവന്മാർ രാജാവ് സോമനെ അർപ്പിക്കുന്നു. ഈ യജ്ഞത്തിൽ നിന്നും മഴയുണ്ടാകുന്നു. അപ്പൊ യജ്ഞം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇവിടെ ഉപനിഷത്തിൽ അവതരിപ്പിക്കുകയാണ്. ഭഗവത്ഗീതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യജ്ഞം. നമ്മൾ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ യജ്ഞഭാവത്തിൽ ചെയ്യണം എന്നാണ് ഭഗവാൻ പറയുന്നത്. യജ്ഞഭാവം എന്ന് പറയുമ്പോൾ ടോട്ടൽ സെൽഫ്ലെസ്നെസ്, അതാണ് സാക്രിഫൈസ് എന്ന് പറയുന്നത്. യജ്ഞഭാവത്തിൽ ഞാൻ അവിടെ ഇല്ല, സ്നേഹമാണ് അവിടെ ഉള്ളത്. അപ്പൊ നന്മയ്ക്കായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം യജ്ഞഭാവമാണ്. അപ്പൊ അവിടെ കർമ്മഫലങ്ങൾ ഉണ്ടാവുന്നില്ല, സംസ്കാരങ്ങൾ ഉണ്ടാവുന്നില്ല എന്നാണ് സഹജമാർഗം പഠിപ്പിക്കുന്നത്. സഹജമാർഗത്തിലെ യജ്ഞം എന്നുള്ള ആ കോൺസെപ്റ്റ് പല ലെവൽസിലാണ് നടക്കുന്നത്. ഭഗവാന്റെ പ്രതീകമാണ് യജ്ഞം. ഭഗവാൻ അദ്ദേഹത്തിന്റെ ദിവ്യമായിട്ടുള്ള സന്നിധി അത് വിട്ടിട്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. മാസ്റ്റർ, ഗുരു എന്ന രൂപത്തിൽ നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പൊ ഗുരുവാണ് യഥാർത്ഥത്തിൽ യജ്ഞത്തിന്റെ മാതൃക, യജ്ഞസ്വരൂപൻ. അപ്പൊ നമ്മൾ ഏറ്റവും എമുലേറ്റ് ചെയ്യേണ്ടത് ഗുരുവിനെയാണ്. ഈ യജ്ഞഭാവമാണ് നമ്മൾ എമുലേറ്റ് ചെയ്യുക. എന്നാലേ ഗുരുവിനെ പോലെ ആവുള്ളൂ, എന്നാലേ നമുക്ക് ഡിവൈൻ ആവാൻ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ യജ്ഞഭാവം കൊണ്ടുവരണം. അതെങ്ങനെയാണ് കൊണ്ടുവരിക? സഹജമാർഗത്തില് പല സ്റ്റെപ്സാണ്. ആദ്യം എന്ന് പറയുന്നത് ശുദ്ധീകരണം. നമ്മൾ സെൽഫിഷ്നെസ് കൊണ്ട് അറ്റാച്ച്മെന്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് നമ്മുടെ ഉള്ളിലെ കർമ്മഫലങ്ങൾ, സംസ്കാരങ്ങൾ എന്ന് പറയുന്നത്.
അവയെല്ലാം ഇല്ലായ്മ ചെയ്യണം. ഇല്ലായ്മ ചെയ്യാന്ന് പറഞ്ഞാൽ നശിപ്പിക്കല്ല, അതിനെ അൺവൈൻഡ് ചെയ്തിട്ട് പ്യൂർ ആയിട്ടുള്ള സ്നേഹമാക്കി മാറ്റുക. അപ്പൊ നമ്മൾ ചെയ്ത പ്രവൃത്തികൾ നമ്മൾ ശരിക്കും ഭംഗിയായിട്ട് നിർവഹിച്ചില്ല എന്ന് വിചാരിച്ചു, അത് തിരിച്ചു പോയിട്ട് രണ്ടാമത് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് അവസരം കിട്ടിയെന്ന് വരില്ല, അപ്പൊ കഴിഞ്ഞുപോയി. പക്ഷേ ക്ലീനിങ്ങിലൂടെ അത് സംഭവിക്കും. നമ്മൾ തിരിച്ചവിടെ പോയിട്ട് അതിനെ ശുദ്ധീകരിക്കണം. നമ്മൾ അതിലുണ്ടാക്കിയിട്ടുള്ള വിത്തുകൾ, നമ്മൾ അറിയാതെ ചെയ്ത ഈ കർമ്മങ്ങൾ, അതിനെ ശരിക്കുള്ള ജ്ഞാനമാക്കി നമ്മൾ അൺവൈൻഡ് ചെയ്തിട്ട് നമ്മുടേതാക്കി മാറ്റുന്നു. ഒരു ടൈം ട്രാവൽ എന്ന് പറയും. സൈക്കാട്രിയിലൊക്കെ ഹിപ്നോസിസ് എന്നൊക്കെ പറയും. നമുക്ക് അവിടെ എത്താൻ പറ്റില്ല, ആൾക്കാരില്ല, പക്ഷെ നമ്മളുള്ള ഒരു സീഡുണ്ട്. അപ്പൊ സീഡിനെ നമ്മൾ അതിന്റെ ഒറിജിനിലേക്ക് മാറ്റുക, നോട്ട്സിനെ അൺവൈൻഡ് ചെയ്ത് മാറ്റുക. അതാണ് ക്ലീനിങ് എന്ന് പറയുന്നത്. ശരിയായിട്ട് ജ്ഞാനമാക്കി മാറ്റുക. വെളിച്ചം അന്ധകാരത്തെ മാറ്റുന്ന പോലെ പ്രാണാഹുതി ലഭിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ സംസ്കാരങ്ങളെല്ലാം അൺവൈൻഡ് ചെയ്ത് പ്യൂറായിട്ട് ജ്ഞാനമാവും. അപ്പൊ നമ്മൾ പിടിവിട്ടു കൊടുക്കണം. വളരെ വില്ലിങ്നെസ്, സന്നദ്ധത വേണം എന്ന് സഹജമാർഗം. ആകെ ഒരു ക്വാളിറ്റി സന്നദ്ധതയാണ്. നമ്മൾ തയ്യാറാവണം, അയാൾ ധൈര്യം കാണിക്കണം. കോൺഷ്യസ്നസ്സിലെ ടിൽട്ട് വരുന്ന ഈ ധൈര്യം വരുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ അജ്ഞാന തിമിരത്തെ മാറ്റാൻ ഗുരു തരുന്ന ട്രാൻസ്മിഷൻ സ്വീകരിക്കാനുള്ള വില്ലിങ്നെസ്. കണ്ണടച്ച് ഇരിക്കുകയാണ്. ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളും നമ്മൾ പുറത്ത് പോവുകയാണെന്ന് സങ്കല്പിക്കുമ്പോൾ അതിന്റെ മെറ്റീരിയലായിട്ട് ഭാഗം പോവുകയാണ്. അത് അതിന്റെ ശരിക്കും എനർജിയും അബ്സല്യൂട്ടുമായിട്ട് മാറും. മാറ്റേഴ്സ് കൺവേർട്ടഡ് എനർജി, എനർജി ഈസ് കൺവേർട്ടഡ് അബ്സല്യൂട്ട്. അപ്പൊ ആ കൺവേർഷനിൽ സംഭവിക്കുന്ന ചേഞ്ചിന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പുകയുടെ രൂപത്തിൽ പോകുന്നു എന്ന് സങ്കല്പം. നമ്മൾ ശുദ്ധീകരണത്തെ കുറിച്ച് പലപ്പോഴുമായിട്ട് ഈ സീരീസ് സംസാരിച്ചിട്ടുണ്ട്. അതിൽ പ്രാക്ടിക്കലായിട്ടുള്ള സെഷൻസ് ഉണ്ടായിട്ട് മുൻപോട്ട് ബാക്കിലേക്ക് പോയാൽ എല്ലാവർക്കും അത് കേൾക്കാം. പിന്നെ രണ്ടാമത്തെ ലെവൽ യജ്ഞം എന്ന് പറയുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടേതായിട്ട് ചിന്തകൾ അവഗണിക്കണം എന്നാണ് നമ്മൾ മാസ്റ്റേഴ്സ്. ഒരു ചിന്ത മാത്രമേ, ഡിവൈനായിട്ടുള്ള തോട്ട് എന്നിലൂടെ ഫ്ലോ ചെയ്യണം. സ്നേഹം മാത്രം എന്നിലൂടെ ഫ്ലോ ചെയ്യുന്ന രീതിയിലാണ് മെഡിറ്റേഷൻ. എൻ്റെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വാർത്ഥ ചിന്തകളാണ്. അതിൽ നമ്മൾ പവർ കൊടുക്കാണ്ട് അത് പോട്ടെ, ഡിവൈനായിട്ട് തോട്ട് എന്നിലൂടെ പോട്ടെ, സെന്റർ ചെയ്യാൻ. അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രാർത്ഥന, പ്രയർ. പ്രാർത്ഥനാഭാവം നമ്മളിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ നമ്മുടെ അഹംബോധത്തെ അവിടെ അദ്ദേഹത്തിന് ഇൻസ്ട്രുമെന്റ് മാറ്റുന്നു. അദ്ദേഹത്തിന്റെ പ്യൂർ ആയിട്ടുള്ള ഫ്ലോ, സ്നേഹത്തിന്റെ ഫ്ലോ, അതാണ് നമ്മൾ പ്യൂർ തോട്ട് എന്ന് പറയുന്നത്. അത് ഒഴുകാൻ അനുവദിക്കുന്നു. പിന്നെ അത് വർത്താനം പറയുമ്പോൾ സംസാരിക്കുമ്പോൾ എൻ്റെ വാക്കുകൾ അവിടെ വരുന്നത്, അവിടെ വരേണ്ടത് മാസ്റ്ററുടെ വാക്കുകൾ, സ്നേഹത്തിന്റെ വാക്കുകൾ. അവിടെ സൈലൻസിൽ നിൽക്കണം. സംസാരിക്കുന്നതിന് മുമ്പ് പോസ് ചെയ്യണം. ഉറക്കെ സംസാരിക്കരുത്, ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്. പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷനും നമ്മൾ ഈ സീരീസിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. പല സെഷൻസ് നടത്തിയിട്ടുണ്ട്. അതും ഒന്ന് പുറകോട്ട് പോയിട്ട് എല്ലാവരും ലിസൺ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതാണ് അടുത്ത യജ്ഞം. പിന്നെ പ്രവൃത്തികൾ എന്താ ചെയ്യേണ്ടത്? ഞാനല്ല ചെയ്യേണ്ടത്, അത് ചെയ്യുന്നത് ഭഗവാൻ തന്നെയാണ്. അതായത് സ്നേഹത്തോട് ഭഗവാൻ പ്രവർത്തിക്കുന്നത് സ്നേഹത്തോട് പ്രവർത്തിക്കുക. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും പൂർണ്ണ സ്നേഹത്തോടു കൂടി നിസ്വാർത്ഥമായിട്ട് ചെയ്യുമ്പോഴാണ് അത് യജ്ഞമായിട്ട് മാറുന്നത്. അത് പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട്, എൻ്റെ ആവശ്യത്തിന് വേണ്ടി, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട്, ലോക നന്മയ്ക്ക് വേണ്ടി, ലോകത്തിൽ ഹാർമണി കൊണ്ടുവരാനായിട്ട് പ്രവർത്തിക്കുമ്പോൾ അത് പ്രവൃത്തിയിലുള്ള യജ്ഞമായി മാറും. അപ്പൊ ഇതിനെ കാണിക്കാനാണ് പുറമെ യജ്ഞങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ തീ കത്തിച്ചിട്ടും ഹോമിച്ചിട്ടും എല്ലാം ചെയ്യുന്നത് ഇതിന്റെ ഒരു വളരെ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ മാത്രമാണ്. ശരിക്കും അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിച്ച ഒരു ചെലവുമില്ലാത്ത പണിയാണ്. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യണം വെച്ചാൽ സ്നേഹത്തോട് ചെയ്യാം. അപ്പൊ അത് യജ്ഞയായി. ഇനി ഇത് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഫലം വരണമെന്നില്ല, എന്തെങ്കിലുമൊക്കെ വരാം. അതിനെ സ്വീകരിക്കുക. കാരണം പ്രപഞ്ചം അതിന്റെ നിയമത്തിലാണ് സഞ്ചരിക്കുന്നത്. ഞാൻ അതിന്റെ ഒരു ഭാഗമാണ്. അത് അതിൻ്റെതായിട്ടുള്ള വർക്ക് നടക്കുമ്പോൾ നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പലതരത്തിൽ റിസൾട്ട്സ് വരാം. അത് ആക്സെപ്റ്റ് ചെയ്യുക. ഞാൻ എൻ്റെ റോള് പ്ലേ ചെയ്യുക, മറന്നു കളയുക. അതിൻ്റെ 100% ഫുൾഫിൽ ചെയ്യുക. പിന്നെ എന്താ സംഭവിക്കുന്നത് നോക്കണ്ട, ഞാൻ കറക്റ്റ് ആണെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ സ്നേഹത്തോടെ ചെയ്യുന്നെന്ന് ഉറപ്പുവരുത്തുക. റിസൾട്ട്സിനെ അംഗീകരിക്കുക, ആക്സെപ്റ്റ് ചെയ്യുക. അതിനാണ് ഈശ്വരനെ സമർപ്പിക്കുക എന്ന് ഭഗവാൻ പറയും. ഈശ്വരൻ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുക. എന്തായാലും കുഴപ്പമില്ല, സ്വീകരിക്കുക. എന്നിട്ട് അടുത്ത തലത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് നമ്മൾ യജ്ഞം എന്നുള്ള ഭാവത്തിൽ ചെയ്യുന്നത്. ഉപനിഷത്ത് ഇവിടെ പറയുന്നത് ഈ യജ്ഞഭാവമാണ് നമുക്ക് മഴ നൽകുന്നതാണ്. ഭഗവത്ഗീതയിൽ പറയുന്നത് നമ്മൾ സ്നേഹത്തോടെ ഹാർമോണിയസ് ആയിട്ട് നിൽക്കുമ്പോൾ അന്തരീക്ഷത്തിന് ആ ഒരു ലൈറ്റ്നെസ് വരുന്നു, അന്തരീക്ഷം മാറുന്നു, മഴ പെയ്യുന്നു. നമ്മൾ കാടുകൾ വെട്ടുന്നോണ്ടാണ് മഴ കുറയുന്നത് എന്ന് പറയുന്നു. അപ്പൊ കാടില്ലാത്ത സ്ഥലത്ത് മഴയില്ലേ? ജഗദീഷ് കുമാർ ഏതൊരു സിനിമയിൽ പറയുന്നത് കടലിന് മുകളിൽ മഴ പെയ്യുന്നുണ്ടല്ലോ, അത് മരം ഉണ്ടായിട്ടാണോ ചോദിക്കുന്നത്. അപ്പോൾ ശരിക്കും മഴ പെയ്യുന്നത് കാലാവസ്ഥയുടെയും അടിസ്ഥാനം എന്ന് പറഞ്ഞ യജ്ഞഭാവമാണ്. അപ്പൊ യജ്ഞഭാവത്തോട് സ്നേഹത്തോട് നോക്കുമ്പോൾ അനാവശ്യമായിട്ട് മരം വെട്ടില്ല, പ്രകൃതിയെ നശിപ്പിക്കില്ല, സ്വാർത്ഥത കാണിക്കില്ല. കാരണം എല്ലാ ജീവജാലങ്ങളും നന്മയിൽ ആണ് എൻ്റെ നന്മ എന്ന് മനസ്സിലാകും. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ കാലാവസ്ഥ
സ്മൂത്ത് ആവുന്നു. മഴ പെയ്യുന്നു എന്ന് പറയുമ്പോൾ കാലം കറക്റ്റായിട്ട് ആ കാലാവസ്ഥ സ്മൂത്ത് ആയിട്ട് പോകും. കാലാവസ്ഥയിൽ ഇപ്പോൾ വ്യതിയാനങ്ങൾ വരുന്നത് മനുഷ്യൻ യജ്ഞഭാവത്തിൽ ജീവിക്കാത്തത് കൊണ്ടാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. തിരിച്ച് യജ്ഞഭാവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം എന്നുള്ളതും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.